ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ പെട്ടെന്നൊരു ചായക്കടി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 1/2 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തത്. വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 3 പീസാക്കി കട്ട് ചെയ്യാം, ചെറുതാണെങ്കിൽ 2 പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് എനിക്ക് ടോട്ടലി 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ചായക്കടി ഉണ്ടാക്കിയത്. അത്രയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ് ഇത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. ആദ്യം പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടിയാണിത് എന്നാണ് നമ്മുടെ അങ്ങനെയാണ് അറിയപ്പെടുന്ന കടിയാണിത്. പണ്ടത്തെ ആൾക്കാരൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന കടിയാണിത്. ഇനി നമുക്ക് ഇതുപോലെ അതിൻ്റെ ഉൾവശം ഇതുപോലെ നമുക്ക് കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാം. കൈയൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ പകുതി തേങ്ങ മുറിയാണ് ചിരണ്ടി എടുത്തത്. അതിനുശേഷം നമുക്കൊരു 5-6 ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മധുരമാകുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1 ടീസ്പൂണോ മിൽമ നെയ്യ് ചേർത്തിട്ടാണ് ഇത് നല്ലോണം വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനിടയിൽ നമ്മൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പഴമൊക്കെ അതിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അതും ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇനി നമ്മൾ പഴം വാട്ടിയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിന് നല്ല പഴുത്ത പഴമാണ് കേട്ടോ ഏറ്റവും നല്ലത്. പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വേഗം നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് ചെറു തീയിൽ വെച്ചാൽ മതി കേട്ടോ. എന്നാലേ നമുക്ക് ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടു. ഫുൾ ഫ്ലെയിമാക്കി വെക്കരുത് കേട്ടോ. ഇപ്പം നമ്മൾ പഴമൊക്കെ നല്ലോണം ആക്കിയിട്ടിട്ടുണ്ട്. നമുക്കിതും എടുത്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങൻ്റെ ഇത് നമുക്കിതിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുണ്ടായിന് കേട്ടോ ഇത് ചെയ്യുന്ന സമയത്ത്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ചായക്കടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ